ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങൾ എൻ്റെ റൂം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇറ്റ്സ് എ ക്ലീനിങ് ഡേ എന്ന് പറയാൻ പറ്റില്ല. കുറേ ദിവസം ഞാൻ എന്താ എടുക്കണം അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാരണം വേറെ ഒന്നും കൊണ്ടല്ല, വെറും മടി കൊണ്ട് ഇത്രയും ദിവസം റൂമൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചു. ക്ലീൻ ചെയ്യാം, കുറേ ദിവസമായിട്ട് ക്ലീൻ ചെയ്യാതെ കിടക്കണോണ്ട് എൻ്റെ റൂം ഏകദേശം ഈ കോലമാണ്. റൂം ക്ലീൻ ചെയ്യാതെ ഏകദേശം 4 മാസത്തോളമായി റൂം ക്ലീൻ ചെയ്യാതെ. കാരണം ഏപ്രിൽ ലാസ്റ്റാണ് എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. നിങ്ങൾ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പോൾ ഞാൻ കിടയിലായിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം നോക്കിയാൽ ഇന്ന് മടി പിടിച്ച് ഞാനങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മൊത്തം എന്താ പറയുക, വേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് പൊടിയും എല്ലാം പിടിച്ച് ഒരു അലമ്പ് ലുക്കിലാണ് റൂമുള്ളത്. ഈ ഈ ബെഡെല്ലാം ഞാൻ രാത്രി എന്താ പറയുക കിടന്നതിൽ മേലെ ഉരുളിനെയാണെന്ന് തോന്നുന്നു, മൊത്തത്തിൽ ഇളവി കിടപ്പുണ്ട്. അത് വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് ഈ കട്ടിൽ റൂമിലില്ലാത്തതായിരുന്നു ആക്ച്വലി. ഇത് അമ്മാമ്മയ്ക്ക് എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. ഇത് ഇനി മാറ്റണം ഇവിടെ നിന്ന്. അപ്പോൾ ഇനി ഇതിൻ്റെ മീതെ കുറേ സാധനം കിടപ്പുണ്ട്. അപ്പം പിന്നെ ഇങ്ങനത്തെ ഷെൽഫ് നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ. ഇത് പണ്ടത്തെ ഒരു മോഡൽ സിമെൻറ്റിൽ തീർത്തയാണ്, വേറെ ക്ലോസിംഗ് ഒന്നുമില്ല, ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കണേ. അപ്പോൾ ഇതിൽ 1, 2, 3, 4 ഷെൽഫ് മാത്രമേ ഞാൻ ഇന്ന് വൃത്തിയാക്കണുള്ളൂ. താഴത്തെ ഷെൽഫ് എനിക്ക് വൃത്തിയാക്കാൻ പറ്റൂല. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ഇന്ന് വൃത്തിയാക്കാൻ. അപ്പോൾ താഴത്തെ ഷെൽഫ് വൃത്തിയാക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരു ഭയങ്കര വെയിറ്റ്. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള എൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ എനിക്ക് വെയിറ്റ് തൂക്കാൻ പറ്റൂല. സർജറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് അധികം വെയിറ്റ് തൂക്കാൻ പറ്റൂല. അപ്പോൾ അത് മാത്രം ഞാൻ ഒഴിവാക്കി ബാക്കി ഇത്ര ഏരിയയും പിന്നെ എൻ്റെ ടേബിള് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ വൃത്തിയാക്കാം. ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളാട്ടോ അടുക്കി വയ്ക്കാനുള്ളത്. അപ്പോൾ ഡ്രസ്സ് മടക്കി വെച്ച് ഞാൻ ആദ്യത്തെ കലാപരിപാടികൾ തുടങ്ങാം. കാരണം നിന്ന് എനിക്ക് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഇരുന്ന് ഒരുവിധം എല്ലാ ഡ്രസ്സും മടക്കി വയ്ക്കാം. പണ്ട് മുതലേ എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. എന്താണെന്നല്ലേ, നിന്നെടുത്ത് ഡ്രസ്സ് അങ്ങ് ഊരിയിടുക. എവിടെയെങ്കിലും പോയിട്ട് വരിക, നിന്നെടുത്ത് അങ്ങ് ഊരിയിടുക. അതെൻ്റെ കുഞ്ഞിനെ മുതലുള്ള സ്വഭാവമാണ്. എത്ര അടിയിട്ടിരിക്കണം എന്നറിയാം അതുകൊണ്ട്. അപ്പോൾ ഒരു ഏകദേശം +2 വരെ അങ്ങനെ തന്നെയായിരുന്നു. അഴുക്ക സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു. അതായത് എവിടെയെങ്കിലും പോയിട്ട് വന്ന് അവിടെ അങ്ങ് ഊരി എറിയും. അത്രയും നല്ല സ്വഭാവമാണ് എനിക്ക്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ പോയതിന് ശേഷമൊക്കെയാണ് കുറച്ചുകൂടെ വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ, ഇത് തുണി മടക്കി വെക്കണം, വീടെല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ ഒരു തോട്ട്. ഫുള്ള് വേർത്ത് കുറച്ച് മടക്കിയപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ എൻ്റെ മടി അത്രത്തോളം മടിയാണ് എനിക്കുള്ളത്. ഇത് കഴിയണ്ട. അപ്പം ഇങ്ങനത്തെ കവറുകളിലാണ് ഞാൻ ഡ്രസ്സ് ഇപ്പം വച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എനിക്കൊരു അലമാര ഉണ്ടായിരുന്നു, പണ്ടത്തെ അലമാര, അതായത് ഇരുമ്പിൻ്റെ അലമാര എനിക്ക് ഉണ്ടായിരുന്നു. അതിപ്പം ഇങ്ങനെ ഇളവി ആടി. കാരണം അതെൻ്റെ അമ്മേടെ കല്യാണത്തിന് സ്ത്രീധനായിട്ട് കിട്ടിയതാണ് അത്. അപ്പോൾ അത് അത്രയും പഴക്കമുണ്ട്, ഏകദേശം ഒരു 25 വർഷം പഴക്കമുള്ള ഒരു അലമാരയായിരുന്നു അത്. അപ്പോൾ അതെടുത്ത് പുറത്തിട്ട് ഈ കട്ടിൽ അതിന് വേറെ ഇതിൻ്റെ അകത്ത് കയറ്റി. അപ്പോൾ അത് വയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ വേണം നമ്മൾ എല്ലാ ഡ്രസ്സും എടുത്ത് വയ്ക്കാൻ ഇപ്പം തൽക്കാലത്തേക്ക്. അപ്പം ഇങ്ങനെ ഇത് ഏകദേശം ഒരു 2-3 വർഷമാകും ഈ കവർ വാങ്ങിച്ചിട്ട്. നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ കിടക്കണം എന്നുള്ളതെങ്കിലും ആവശ്യത്തിന് നമ്മളെ ഡ്രസ്സെല്ലാം, വീട്ടിലിടുന്ന ഡ്രസ്സ്, കുറച്ച് നല്ല ഡ്രസ്സെല്ലാം ഇതിലെടുത്ത് വയ്ക്കാം. ഇങ്ങനത്തെ ഒരു ട്രാൻസ്പാരൻ്റ് ആണ് ഫ്രണ്ടിൽ. ഇത് മീഷോന്ന് എനിക്ക് തോന്നുന്നു ഒരു 10-12 കവർ അങ്ങനെയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഒരു 150-200 അകത്ത് തന്നെ എന്തായാലും തരും. അപ്പോൾ ഇടാൻ്റെ ഡ്രസ്സെല്ലാം ഇതിൻ്റെ അകത്ത് വച്ചു കഴിഞ്ഞാൽ കുറച്ച് സേഫ് ആയിട്ടിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെയാണ് ഡ്രസ്സ് മടക്കി വെക്കാമെന്ന് വിചാരിക്കണേ. എന്തായാലും റൂം ഒന്ന് റീസെറ്റ് ചെയ്യണം, കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാനാ, എല്ലാം സെറ്റാക്കാനുണ്ട്. അപ്പം ഹോസ്റ്റലിൽ പോയ ബാക്കി കഥ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഹോസ്റ്റലിൽ പോയ സമയത്താണ് ഞാൻ കുറച്ചുകൂടെ എന്താ അടുക്കി പറക്കി വയ്ക്കണം, ഡ്രസ്സെല്ലാം നമ്മൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് വയ്ക്കണമെന്നൊക്കെ ഉള്ള ചിന്ത വന്നു തുടങ്ങിയത്. അപ്പം ഇത്രയും ദിവസം എന്താ പറയുക, കാതറ കൂതറ നടന്നത് വേണ്ട, എല്ലാം അടുക്കി പറയും. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നു, എല്ലാം ക്ലീൻ ചെയ്യുന്നു, തുടയ്ക്കുക, തൂക്കുക, ഫുള്ള് വലയടിക്കുക, ഇങ്ങനത്തെ എല്ലാ പണിയും ഞാൻ
ആഴ്ചയിൽ ഒരു ദിവസം അങ്ങ് ചെയ്യുമായിരുന്നു. ഫുള്ള് വേർത്ത് ഫാൻ ഇടാൻ പറ്റില്ല, എനിക്ക് പൊടി അലർജി ആയിട്ട് ഫാൻ ഇടാൻ പറ്റില്ല. അപ്പം ഡസ്റ്റ് അലർജി എനിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ അധികം പൊടി അടിക്കാതെ, അപ്പം ഞാൻ മൊത്തം തുമ്മി ഞാൻ ചാവും. അതുകൊണ്ട് ഫുള്ള് വേർത്ത് കുളിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു പൊടി കൂടെ കുളിക്കാം. അത്രയും കാര്യം കഴിഞ്ഞു. ഇതെല്ലാം അടിക്കേണ്ട ഡ്രസ്സാണ്. ഇത്തിരി കീറി കിടക്കുന്നുണ്ട്. ഓൾട്ടർ ചെയ്യേണ്ട ഡ്രസ്സുകളാണ് ഇതെല്ലാം. അത് സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. ഷോളാണ്. ഷോൾ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഉപയോഗിച്ചു, അല്ലാതെ ഉപയോഗിക്കാറില്ല. ഈ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിൽഗ്രിമിൻ്റെ. കാണാം, ഇതാണ്. ഇത് തീർന്നു, ഇനി ഇത് വരുത്തിക്കണം. അതിൻ്റെ കവർ എനിക്കൊന്നിൻ്റെ കവർ കളയാൻ ഇഷ്ടമല്ല. ഞാൻ ചവർ, അതായത് ഒരു ക്യൂടെക്സിൻ്റെ കുപ്പിയാവട്ടെ, ഒന്നും ഞാൻ വേസ്റ്റ് എല്ലാം എടുത്ത് വെക്കും ഓർമ്മയ്ക്ക്. അതാണ്ട് ഇതിൻ്റെ അരിഞ്ഞിട്ട് ഓർമ്മയ്ക്ക് വെക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. ബെഡ്ഷീറ്റ് കുറേ കളയാനുണ്ട്, എല്ലാം കൂടെ. ഇന്നറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരു ഇന്നർ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി. ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ ആക്സിഡൻറ്റ് സമയത്ത് കട്ട് ചെയ്ത് കളഞ്ഞു അവർ. എൻ്റെ പുതിയതായിരുന്നു, പുതിയൊരു ഇന്നർ അവർ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ മുറിച്ച് കളഞ്ഞു. ഇതിങ്ങനെ മാറ്റി വെച്ചാൽ അടുത്ത തവണ ഹോസ്റ്റലിൽ പോകുമ്പം ഇതെല്ലാം എടുത്തിട്ട് പോകാൻ പറ്റും. ഞാൻ ഇതിനെ മറക്കുന്നു നോക്കട്ടെ, ഇതെല്ലാം വീട്ടിലിടാൻ ഡ്രസ്സുകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ മറക്കുന്നത്. നിങ്ങളിൽ ഇതുപോലത്തെ ബാഗ് ഉണ്ടോ? മറ്റേ ഇങ്ങനെ ചപ്പി വെക്കണ ബാഗ്, അതായത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബാഗ് വാങ്ങിച്ചതാണ് ഞാൻ. ഇതും മീഷോ ഒന്ന് വാങ്ങിച്ചത് തന്നെ. പക്ഷെ ഇതിന്റെ സിബ് ഇവിടെ നിന്നായിപ്പോയി. അതായത് സാധനം വയ്ക്കുമ്പോൾ ഇത് മറ്റേ തോണി പോലെയാ, ഇങ്ങനെ ഒരു ഷേപ്പ്. അപ്പോൾ നമുക്ക് കൂട്ടുമ്പോൾ സിബിളായി പോയി. അപ്പോൾ ഇതിൽ സിബ് ഇടണം. അതായത് എനിക്കൊന്ന് 1-2 ദിവസത്തെ ഡ്രസ്സ് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഷോൾഡറിൽ തൂക്കി ഷോൾഡർ പെയിൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണിത്. ഒരു തവണ ഇത് നിവർത്തി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ മടക്കി വെക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഇത് അൺബോക്സ് ചെയ്തത് ഞാനല്ല, എൻ്റെ അമ്മയാണ്. കുറെ സുഖ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ സംഭവം ആ സിബ് കിടക്കട്ടെ, സിബ് മാറ്റിയെടുക്കണം. ഇത് മറ്റേ നമുക്ക് സ്കൂട്ടിയിലെല്ലാം പോകാൻ ഇടാൻ പറ്റിയ ഒരു ടൈപ്പ് ഗ്ലൗസ്. അത് കഴുകണം. കുറേ കഴിവായിട്ടുള്ളതാണ് മൊത്തത്തിൽ. കാരണം മാർച്ചിൽ ഞാൻ ഹോസ്റ്റലിൽ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് എല്ലാം ഇങ്ങനെ എടുത്ത് വച്ചതേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലീവിന് വന്ന സമയത്ത് ആക്സിഡൻറ്റ് പറ്റി, അങ്ങനെ കിടയായിരുന്നു. ഇപ്പോൾ ഒരുവിധം നടന്ന് സെറ്റായതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ മടക്കം കണ്ടതൊക്കെ ഇനിയിപ്പോൾ എടുക്കാനുള്ള ഡ്രസ്സുകളാണ്. കുറേ അടിക്കാനൊക്കെ ഉണ്ട്. ഇതെല്ലാം എൻ്റെ മെഡിക്കൽ റെക്കോർഡ്സ്, ഇപ്പം ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ കാര്യങ്ങളല്ല. ഇത് ഞാൻ ഒരു കല്യാണത്തിന് വേണ്ടി എടുത്ത ഡ്രസ്സാണ്. കല്യാണം കൂടാൻ പറ്റിയില്ല, ഡ്രസ്സ് എടുത്ത് പോലെ ഇരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇതിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. എന്തായാലും ഇടും. അത്രയും ഒരു എന്താ പറയുക, സെൻറ്റിമെൻ്റൽ ടച്ചുള്ള ഒരു ഡ്രസ്സാണ് എനിക്കിത്. ഇതും വേറൊരു സാരി ഇവിടെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇത് ഇടണതിൻ്റെ അന്ന് ഇതിൻ്റെ സ്റ്റോറി ഞാൻ എന്തായാലും പറയണമായിരിക്കും. ഇത് വേറൊരു കയ്യോളം ബ്ലൗസ്. ഇത് കുറച്ചുകൂടെ നല്ല ഡ്രസ്സുകൾ വയ്ക്കാം.
ഗർഭിണി ഇതിനും കുറച്ചധികം ഡ്രസ്സ് സാധനങ്ങൾ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് കുറേ കവറിൽ എല്ലാം പൊടി അടിക്കാതെ ഇരിക്കണം. കാരണം പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫുള്ള് പൊടി അടിക്കും. ഇനി ഞാൻ വന്നിട്ട് കഴുകണം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കവറിലാക്കി ആണ് വയ്ക്കണം. ഇന്നത്തെ കാര്യങ്ങളെല്ലാം കാരണം ഇതെല്ലാം താൽക്കാലികമായിട്ട് ഇപ്പം ഞാൻ എടുത്ത് വയ്ക്കണം. കാരണം അടുത്ത മാസം ഫസ്റ്റ് ഞാൻ ചിലപ്പം തിരിച്ചു പോകും. അപ്പം എല്ലാം ഒന്നേന്ന് പിന്നെയും ഞാൻ എന്തായാലും എടുത്ത് വയ്ക്കും. കൊണ്ടുപോകാൻ ആവശ്യമില്ലാത്ത ഈ കട്ടിൽ മാറ്റും, അലമാര തിരിച്ച് കൊണ്ടുവരും. അലമാര വന്നാൽ എനിക്ക് ഇതെല്ലാം എടുത്ത് വയ്ക്കാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ധാരാളമുള്ളതാണ് മുടി ഇഷ്ടം പോലെയുണ്ട്. എനിക്ക് അത്രയും മുടി കൊഴിച്ചിലുണ്ട്. അപ്പം അങ്ങനെ മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എല്ലായിടവും മുടിയാണ് മെയിൻ ആള്. ഒരു റോ കംപ്ലീറ്റ് അടുക്കി പറക്കി വെച്ചു. വേസ്റ്റ് ഡ്രസ്സ് മാറ്റിയിട്ടിട്ടുണ്ട്. വൃത്തിയാക്കാൻ പോണത് ഈ ഒരു ഏരിയ ആണ്. ഇതിലാണ് മൊത്തം എൻ്റെ മിററ്, ഫയൽസ്, അല്ലറച്ചില്ല, അതായത് മേക്കപ്പ് ഐറ്റംസ്, അക്സസറീസ് എല്ലാം ഇവിടെയാണുള്ളത്. ഇതെല്ലാം കണ്ട കുളമായിട്ട് കിടക്കണം. ഇതെല്ലാം ഇനിയും മാറ്റണം. കണ്ണാടിയുടെ കോലം കണ്ട വെള്ള പൊടി അടിച്ചിരിക്കണം. പഴുക്കുഴുക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പം കുറേ നേരം വൃത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതെല്ലാം കട്ടിലോട്ടിട്ടിട്ട് വൃത്തിയാക്കാം. ഇതിൽ കുറേ, അതായത് ക്യൂടെക്സ്, സ്പ്രേ, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതിലാണുള്ളത്. ഈ ബോക്സ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നെയാണ്. ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഇത് കുറേ മുട്ടായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോക്സ് ഞാൻ ഇത്തിരി ക്വാളിറ്റി, ഇത്തിരി കട്ടിയൊക്കെ ഉള്ളൊരു ബോക്സ് ആയിട്ട് ഈ സാധനങ്ങൾ ഇടാനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു ചെറിയൊരു പാർട്ടീഷനൊക്കെ ഉണ്ട്. വലിയ ഇതിൽ ക്യൂടെക്സ് ഒക്കെയാണ് കേട്ടോ പറക്കി വെക്കണം. ഞാൻ ഇത് ക്യൂടെക്സ് ഒക്കെ, ഇത് ഐലൈനർ. അപ്പം എനിക്ക് ഒരുപാട് ടൈപ്പ് ക്യൂടെക്സ് ഉണ്ട്. എനിക്ക് ക്യൂടെക്സ് ആണ് കേട്ടോ നിറയുള്ളത്. നിറയുള്ളതെന്ന് വെച്ചാൽ ക്യൂടെക്സ്, ഇയറിങ്സ് ഒക്കെ ഒരുപാടുണ്ട്. കാരണം ഞാൻ എവിടെ പോയാലും മസ്റ്റായിട്ട് വാങ്ങുന്ന 2 സാധനമാണ് ഈ ക്യൂടെക്സും ഇയറിങ്സും. കമ്മലും നെയിൽ പോളിഷും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എല്ലായിടത്തുനിന്നും വാങ്ങുന്നതായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെ എവിടെയാണ് കൊണ്ടത് ഞാൻ ഇടും. ലൈനേഴ്സ് ഇതെല്ലാം ഈ സൈഡിൽ വയ്ക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, വൃത്തിക്ക് വെക്കും. ഒരാഴ്ച ഇരുന്ന് പിന്നെ ഇത് പിന്നെയും പഴയപടിയാവും. അങ്ങനെയാണ് ആഴ്ചയിലെല്ലാം ഞാൻ ഇത് വൃത്തിയാക്കുന്നത്. പിന്നെ കുറേ വാച്ച് ഉണ്ട്, എന്ത് ഓടാത്ത വാച്ച്. ഈ മാല എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജിന് വേണ്ടി ഞാൻ എടുത്താണ് കേട്ടോ. ഒരു ദിവസം ഉപയോഗിച്ച് അതിന് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ കുറേ അധികം സ്പ്രേ അത്തറൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞില്ല, എനിക്ക് കാല് കുപ്പി കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന്. ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു, ഞാനിത് കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആയിരുന്നു. പോൺസിൻ്റെ ഹൈഡ്രോ മിറാക്കിൾ. ഇതെല്ലാം ഇനി കളയണം. ഇത് ക്രബ് ബാൻഡേജ് ആണ് കേട്ടോ. ക്രബ് ബാൻഡേജ് ഇപ്പം കാലിന് ഉപയോഗിക്കാൻ വേണ്ടി, നീര് വരാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചത്. ഇത് ചെറിയ ചെറിയ ബോക്സിലാണ് ഞാൻ എല്ലാ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കണം. അതിൽ മെയിൻലി ഇത് നെയിൽ എന്താ
എളുപ്പത്തിന് എടുക്കാൻ പറ്റിയ 2-3 കമ്മലുകൾ ഇവിടെ, ജസ്റ്റ് ചെറിയ ചെറിയ കമ്മലുകൾ. പിന്നെ പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ പെട്ടിക്കകത്ത് വരുന്നത്, ക്ലിപ്പ് കാര്യങ്ങളല്ല. ഈ ഷെൽഫും ഫുള്ള് ഞാൻ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും മാത്രമേ ഞാനിന്ന് ശരിയാക്കണുള്ളൂ. ഇതും ഇനിയും കിടപ്പുണ്ട്. ഇതെല്ലാം ഇനി ചെയ്യാനുള്ളതാണ്. ഇന്ന് ഞാൻ 2 റോ മാത്രമേ വൃത്തിയാക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ അല്ലെങ്കിൽ വ്ളോഗ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.